ഇത് ദേശീയപാത 44-ലുള്ള ടോൾ ബൂത്താണ്. ഈ ദേശീയപാത 44 ബംഗളൂരുവിനെയും ഹൈദരാബാദിനെയും ബന്ധിച്ചുകൊണ്ട് കടന്നു പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശീയപാത 44 ഇവിടെ പ്രധാനമായും കടന്നു പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണ്: കർണാടക, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. വളരെ വിശാലവും മനോഹരവുമായ ഭൂപ്രദേശത്തിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ഈ പാത കർണാടക സംസ്ഥാനത്തിലൂടെ 106 കിലോമീറ്റർ ദൂരത്തിൽ കടന്നു പോകുന്നു. ഈ പാത ആന്ധ്രാപ്രദേശിൽ വരുമ്പോൾ 260 കിലോമീറ്റർ ദൂരത്തിലൂടെ കടന്നു പോകുന്നു. ദേശീയപാത 44 തെലങ്കാനയിലൂടെ 190 കിലോമീറ്റർ ദൂരത്തിലൂടെ കടന്നു പോകുന്നു. ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്ക് നാഷണൽ ഹൈവേ 44 556 കിലോമീറ്ററാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഇത് 4-വരി പാതയാണ്. കർണാടക സർക്കാരിൻ്റെ KSRTC ബസ് സ്റ്റാൻഡിൽ പോകുന്നതിന് വേണ്ടി ഹൈവേയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് സർവീസ് റോഡിലൂടെ വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർണാടക സർക്കാരിൻ്റെ KSRTC ബസ്സാണ്. ഈ സർവീസ് റോഡിലൂടെ കുറേ ദൂരം പോയതിനു ശേഷം റൈറ്റ് തിരിഞ്ഞ് വേണം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. ആ കാണുന്ന പാലത്തിലൂടെ വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. സർവീസ് റോഡിലൂടെ കുറേ ദൂരം കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ വീണ്ടും ഹൈവേയിൽ കയറാൻ പറ്റുകയുള്ളൂ. ഇവിടെ വരുമ്പോൾ ഹൈവേക്ക് ഒരേ നിരപ്പ് കിട്ടുന്നതിന് വേണ്ടി ഭൂമിനിരപ്പിൽ നിന്നും താഴ്ത്തു കൂടിയാണ് ഇവിടെ ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ബസ് ഹൈവേയിൽ കയറി. ഹൈവേ ഇവിടെ വരുമ്പോൾ ഡിവൈഡറിനുള്ളിൽ മനോഹരങ്ങളായ ചെടികളൊക്കെ നട്ട് ഹൈവേ മനോഹരമാക്കിയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് നിലവിലുള്ള 4-വരി പാത 6 വരിയാക്കി വികസിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. അതിനായി 2022 തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ പല കാരണങ്ങളാൽ നിർദ്ദേശം മടങ്ങി. ധാരാളം ചരക്ക് നീക്കം നടക്കുന്ന ഒരു പാത കൂടിയാണിത്. ധാരാളം കണ്ടെയ്നറുകളും മറ്റനേക നാഷണൽ പെർമിറ്റ് ട്രക്കുകളും കടന്നു പോകുന്ന വളരെ തിരക്ക് പിടിച്ച ഒരു ഹൈവേ കൂടിയാണ് ഇത്. ഹൈവേക്ക് ഇരുവശത്തും ധാരാളം മനോഹരങ്ങളായ കൃഷിത്തോട്ടങ്ങളുണ്ട്.
ആ കൃഷിത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഈ ഹൈവേ തികച്ചും ഗ്രാമീണമായ പ്രദേശത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തെളിഞ്ഞ ആകാശത്തിന് കീഴെ നീണ്ടു നിവർന്നു കിടക്കുന്ന മനോഹരമായ ഈ ഹൈവേയിലൂടെയുള്ള യാത്ര ഓരോ യാത്രക്കാരനും മനോഹരങ്ങളായ അനുഭവങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. പുതിയ ഹൈദരാബാദ് ബാംഗ്ലൂർ റൂട്ട് ഹൈസ്പീഡ് ഗ്രീൻഫീൽഡ് ദേശീയപാതയായി നിർമ്മിക്കാനാണ് തീരുമാനം. 120 കിലോമീറ്റർ വേഗത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ അനുവദിക്കുമെന്നാണ് നിർദ്ദേശം ഉള്ളത്. അമിത വേഗത്തിന് യോജിച്ച രീതിയിൽ റോഡിന് വീതി കൂട്ടാൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് അധികൃതർ. ഈ സാഹചര്യത്തിൽ അതിവേഗ ഗ്രീൻഫീൽഡ് നിർമ്മിക്കാൻ മന്ത്രാലയം തീരുമാനിക്കുന്നത്. ഡിവൈഡറിനുള്ളിൽ നട്ടിരിക്കുന്ന ചെടികളെല്ലാം ട്രിം ചെയ്യാറായി. മഴക്കാലമായതുകൊണ്ട് ആണ് തോന്നുന്നു ട്രിം ചെയ്യാത്തത്. ഹൈവേ മുന്നോട്ട് പോകുന്തോറും ഭൂപ്രകൃതി ആകെ മാറി. ഇപ്പോൾ ചെറിയ ഗ്രാമങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി. അതോടൊപ്പം ധാരാളം കൃഷിസ്ഥലങ്ങളും ഒക്കെ. അങ്ങനെ ഹൈവേയിലൂടെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ബസ് സർവീസ് റൂട്ടിൽ ഇറങ്ങി. വീണ്ടും KSRTC ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് സർവീസ് റോഡിൽ ഇറങ്ങിയത്. ആ കാണുന്ന പാലം വഴി റൈറ്റ് തിരിഞ്ഞാണ് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. അങ്ങനെ ബസ് KSRTC ബസ് സ്റ്റാൻഡിൽ പോയതിനു ശേഷം വീണ്ടും സർവീസ് റോഡിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം വേണം ഹൈവേയിൽ വീണ്ടും പ്രവേശിക്കാൻ. അങ്ങനെ കിലോമീറ്ററുകളോളമുള്ള യാത്രകൾക്ക് ശേഷം മറ്റൊരു ടോൾ ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോൾ കൊടുത്തതിന് ശേഷം ടോൾ ബൂത്തും കടന്ന് യാത്ര തുടരുകയാണ്.
സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കർണാടക സംസ്ഥാനത്തിലൂടെയാണ്. ഈ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ധാരാളം ട്രക്കുകളാണ് ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ദേശീയപാതയിലൂടെ. ഇവിടെ റോഡിൻ്റെ സൈഡിൽ ധാരാളം ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഒക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഹൈവേ എത്തിച്ചേർന്നിരിക്കുന്നത് ചെറിയ ഒരു ടൗണിലേക്കാണ്. മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 44 വ്യത്യസ്തങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് നമുക്ക് നൽകുന്നത്. റോഡുകളും വാഹനങ്ങളും ഉള്ളിടത്തോളം കാലം എൻ്റെ യാത്രകളും തുടർന്നുകൊണ്ടേയിരിക്കും. Thank you for watching.